വൈകുന്നേരം ഞങ്ങൾ അമ്പലത്തിലോട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങളെ വീട്ടിൽ നിന്ന് ഏകദേശം നല്ല ദൂരമുണ്ട് ഈ അമ്പലത്തിലോട്ട് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ എത്തിയപ്പോൾ തന്നെ സന്ധ്യയായി. പിന്നെ തൊഴുതിറങ്ങിയപ്പോഴത്തേക്കും രാത്രിയായി. അപ്പം ഞങ്ങൾ നേരെ പോയത് ശംഖുമുഖത്തോട്ടാണ് കേട്ടോ. ഇതുമേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം അവനില്ലാതെ വീണ് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു അവസരങ്ങൾ ഞങ്ങൾ നല്ല വലിയ രീതിയിൽ മുതലാക്കാറുണ്ട്. ഞങ്ങൾക്കായിട്ട് മാത്രം കുറച്ച് സമയങ്ങൾ ഇങ്ങനെയും കണ്ടെത്താറുണ്ട് കേട്ടോ. എതുമയായിട്ട് വരുമ്പോഴത്തേക്ക് ഞങ്ങൾ അവനെയാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. അവന് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവനെ കളിപ്പിക്കാനും ചിരിപ്പിക്കാനാണ് ഞങ്ങൾ കൂടുതലായിട്ട് സമയം കണ്ടെത്തുക. അപ്പോൾ അവ ഇല്ലാതെ വരുമ്പോഴത്തേക്കും നമ്മൾ പണ്ടത്തെ പോലെ കുറച്ച് നേരം കൂടുതൽ സംസാരിക്കാറുണ്ട്. ഇവിടെ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് പാനിപൂരി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഒരു പ്ലേറ്റ് പാനിപൂരി വാങ്ങിച്ചിട്ട് ബീച്ചിൻ്റെ സൈഡിലായിട്ട് പോയി ഇരുന്നിട്ട് പാനിപൂരിയൊക്കെ കഴിച്ച് കുറച്ച് സമയം സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് തിരിച്ചു. കാരണം നമ്മൾ എതുമ കൂടെ ഇല്ല, വീട്ടിലാണ്. അപ്പം കരഞ്ഞ് ബഹളം വയ്ക്കുകയൊന്നുമില്ല. എന്നാലും അവൻ ഇല്ലാത്തതുകൊണ്ട് ഒരു ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് തിരിച്ചു വരുന്ന വഴിക്കാണ് പാവ് ബജി കണ്ടത്. പിന്നെ ഇതുവരെ പാവ് ബജി കഴിച്ചിട്ടില്ലെന്ന് ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ഇന്ന് കഴിച്ചേക്കാം എന്ന് പറഞ്ഞ് ഒരു പാവ് ബജി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്ര വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടെന്ന് ഏട്ടൻ പറയുന്നുണ്ട് കേട്ടോ.